പുള്ളി വലിയ സെറ്റപ്പിലാണല്ലോ ജീവിക്കുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, അയാൾ എന്ത് പ്രതീക്ഷിച്ചായിരിക്കും എന്നെ കാണാൻ വന്നത്? ഞാൻ എങ്ങനെ ജീവിക്കുന്ന ആളാണെന്നാണ് ഇവനെന്തിനങ്ങനെ മുൻകൂട്ടി കാണുന്നത്? അങ്ങനെ ധാരണയൊന്നുമില്ല. ഞാൻ വ്യാജ്യമായി സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിച്ചു. പണം തട്ടിയെടുക്കാനാണ് അത് ചെയ്തത്. ഇത് രണ്ട് പുള്ളി കോടതി തെളിയിച്ചാണ്. കെ.സി. വേണുഗോപാലാണ് യഥാർത്ഥത്തിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ റദ്ദ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് പുള്ളി എന്നോട് വിരോധമുള്ളതുകൊണ്ടല്ല, പുള്ളിയുടെ ആൾക്കാരെയൊക്കെ വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായി പലരെയും പുള്ളി ഒഴിവാക്കിയിട്ടുണ്ട്. മെച്ചപ്പെട്ട കോൺഗ്രസ്സുകാരെ നമ്മൾ അതിനകത്ത് കണ്ടെത്തും. അല്ലെ വിപ്ലവകാരിയായ ഒരു കോൺഗ്രസ്സുകാരനാണ് നമ്മൾ തേടേണ്ട കാര്യമില്ല. മെച്ചപ്പെട്ടിട്ടുണ്ട്. പവർ പൊളിറ്റിക്സ് ഈസ് എ പ്ലേ, ഒരു കളി കൂടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വോട്ട് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ക്ലെയിം കൂടി നമുക്കുണ്ട്. ഒരു പൊളിറ്റിക്കൽ ക്ലെയിമായി ഇവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പറഞ്ഞ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് ദളിതർ പറയുന്നത് ഗവൺമെൻറ് കേൾക്കേണ്ടി. കുമാരൻ നായർ ഇടതുപക്ഷമാണെന്ന് പറയുന്നു. അയാൾ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന വിഭാഗം 90% വോട്ടും BJPക്കുള്ളതാണ്. ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഇത് മൂടി വെക്കുന്നത്? അങ്ങ് പറഞ്ഞാൽ പോരെ. ഈ അടുത്ത കാലത്തെ രാഷ്ട്രീയ പരിവർത്തനം സംഭവിച്ച ഏറ്റവും ദുരന്തപൂർണമായ കാര്യം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പിന്നോക്ക വിഭാഗം ചെതറിപ്പോയി എന്നുള്ളതാണ്. ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇനി ആരും പറയണ്ട, ഇവരുടെ കൂടെ നിന്നാൽ മതി. എന്നാലാണ് കയ്യങ്കാളി ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചേർത്തുകൊണ്ടാണല്ലോ സ്കൂളിന് തീ വെക്കുന്നത്. ചേർക്കുന്നില്ല, സ്കൂൾ അവിടെ ഇരിക്കും, പ്രശ്നമില്ല. ശാന്തമായ അന്തരീക്ഷമാണെന്ന് പറയരുത്. അത് ശാന്തമായ അന്തരീക്ഷമല്ല. അംബേദ്കർ അംഗീകരിക്കുന്ന ആളാണ്, പെരിയോറിനെ അംഗീകരിക്കുന്ന ആളാണ്, അദ്ദേഹം ദ്രാവിഡ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നു. ഇത് വിശദീകരിക്കപ്പെടേണ്ട ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ദളിത് ആദിവാസി സമുദായങ്ങൾക്കകത്തുണ്ടായിട്ടുള്ള ഒരു ഉണർവ്, ഒരു അവയർനെസ്, ഇതൊരു ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് നിൽക്കുക എന്ന അർത്ഥത്തിലാണോ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുക എന്നാണോ താങ്കൾ തോന്നുന്നത്? അതോ അതൊരു രാഷ്ട്രീയ മൂവ്മെന്റായി ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആവാനുള്ള പോസിബിലിറ്റി, സാധ്യത എത്രമാത്രമാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതായത് അത് വളരെ പ്രധാനമാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളും ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടായി വരും. ഇപ്പൊ തന്നെ ഉണ്ട് എന്ന് പറയാം. ഈ സംഘടനകളുടെ വിശാലമായ ഒരു ഐക്യവേദി ഉണ്ടാക്കി ഗവൺമെന്റിനെ സ്വാധീനിക്കുക എന്ന് പറയുന്നൊരു കാര്യം എപ്പോഴും ഇവർ മോഡലാക്കുന്നത് ബാക്കിയുള്ള ചില സംഘടനകളെ, സവർണ പിന്നോക്ക സംഘടനകളുടെ സ്വാധീനശേഷി പോലെ നമുക്കും ഒരു സ്വാധീനം ഉണ്ടാക്കാം, പ്രഷർ ഗ്രൂപ്പായി പ്രവർത്തിക്കാം. പക്ഷെ കാലഘട്ടം നമ്മൾ പ്രഷർ ഗ്രൂപ്പ് ആകണോ അതോ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ആകണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളുടെ അഭിലാഷങ്ങളെ വെച്ചല്ല, ലോകത്തിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ടാണ്. ഇവിടെ സംഭവിച്ച ഒരു കോൺക്രീറ്റ് ആയൊരു കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദളിതാദിവാസി വിഭാഗങ്ങൾ പരമ്പരാഗത വോട്ടിംഗ് രീതിയെ കൈയൊഴിഞ്ഞ് മറുഭാഗത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അവർ എടുത്ത തീരുമാനമാണത്. ഇവരെല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ അടിമകളാണെന്ന് ഉള്ള പ്രചാരണം ശക്തമായിരിക്കുകയാണ് മറിച്ച് അവർ വോട്ട് ചെയ്തത്. അതിൽ തന്നെ സവിശേഷമായിട്ട് നോക്കേണ്ടത് ആ വോട്ട് BJPയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും പ്രധാനമായിട്ടുണ്ട്. അത് പോയിട്ടുള്ളത് UDFിലേക്കാണ്. നായർ വോട്ട് ഭീകരമായി BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് വളരെ സവിശേഷമായിട്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദലിതരും ആദിവാസികളും UDFിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപകമായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റഡീസൊന്നും പുറത്തു വന്നിട്ടില്ല, പെർസെൻറ്റേജ് എത്രയെന്നൊന്നും പറയാൻ പറ്റില്ല. ചില കള്ളക്കണക്കൊക്കെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളതല്ല, അതൊന്നും സത്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം, വോട്ട് ചെയ്തെങ്കിലും അതിൻ്റെ ക്ലെയിം ദളിതർക്കില്ല, പൊളിറ്റിക്കൽ ക്ലെയിം ഇല്ല. അത് ഈ കളിയിൽ ഇവരെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. പവർ പൊളിറ്റിക്സ് ഈസ് എ പ്ലേ, അതൊരു കളി കൂടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വോട്ട് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ക്ലെയിം കൂടി നമുക്കുണ്ടാവണം. ഇപ്പം മുസ്ലിം വോട്ടിൻ്റെ ക്ലെയിം മുസ്ലിം ലീഗിന്, മുസ്ലിം ലീഗ് വേറെ പാർട്ടിയൊക്കെ കാണും, പക്ഷെ അവർക്ക് ഈ ക്ലെയിം ഉള്ളൂ. മറ്റവർ വോട്ടും പിടിച്ചിട്ടുണ്ടോ, വോട്ടൊക്കെ പിടിക്കുന്നു, പക്ഷെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല.
ക്ലെയിം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് 10-25 എം.എൽ.എമാരെ ജയിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഇവർ ക്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ദളിതാദിവാസി വിഭാഗങ്ങൾ പരമ്പരാഗത ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് തെന്നി മാറി ഒരു ഫ്ലോട്ടിംഗ് വോട്ട് നിലക്ക് UDF വോട്ട് ചെയ്തത് അവർക്ക് കൂടുതൽ വിശ്വാസം UDF നേതാക്കളെ ആയതുകൊണ്ടല്ല. അങ്ങനെ UDFുകാർ തെറ്റിദ്ധരിക്കരുത്. എന്തൊരു അപകടമുണ്ട്. മറിച്ച് ഈ ഇടതുപക്ഷത്തെ അവർ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും ഇടതുപക്ഷം അവരോട് കാണിക്കുന്ന വഞ്ചനകളെ രാഷ്ട്രീയമായി അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത് ബോധ്യപ്പെടുന്നത് വെറുതെ ഇരുന്നപ്പോൾ ബോധ്യപ്പെടുന്നതല്ല. ഈ ദളിതർക്കിടയിലോ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു അവയർനെസ്സാണ്. ആ അവയർനെസ് ആണ് അവരെ മാറ്റി ചിന്തിപ്പിക്കുന്നത്, അവരവിടെ വോട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ അവയർനെസ്സിനൊരു ക്ലെയിം ഉണ്ടാകണം, പൊളിറ്റിക്കൽ ക്ലെയിം ഉണ്ടാവണം. പ്രഷർ ഗ്രൂപ്പ് അല്ലാതെ പൊളിറ്റിക്കൽ ക്ലെയിം ഉണ്ടായാൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ കേരളത്തിൽ പല രൂപത്തിൽ നടക്കുന്നുമുണ്ട്. അതിനാണ് ഭാവി എന്ന് ഞാൻ വിചാരിക്കുന്നത്. മറ്റേ പ്രഷർ ഗ്രൂപ്പ് എന്നുള്ളത് ശിഥിലീകരിച്ച് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചൊരു കാര്യം, NSS, SNDP പോലെയുള്ള പ്രഷർ ഗ്രൂപ്പുകൾ ദുർബലപ്പെട്ടിരിക്കുന്നതാണ്. അതാണ് സംഭവിച്ചൊരു കാര്യം. അതിപ്പം VD സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹം ഇവരെയൊക്കെ ഒരു അകലത്തിൽ നിർത്തുന്നത് കൊണ്ടും മാത്രമല്ല, രാഷ്ട്രീയത്തിൻ്റെ സംഭവം മാറുക. ഇവർ പ്രഷർ ഗ്രൂപ്പായി വിജയകരമായി പ്രവർത്തിക്കുന്നത് കീഴ്ത്തട്ട് പൊളിറ്റിക്കലി ക്ലെയിം ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. കീഴ്ത്തട്ട് പൊളിറ്റിക്കലി ക്ലെയിം ചെയ്താൽ ഇവർ ദുർബലരായിരിക്കും എന്നാണ് അതിൻ്റെ സംഭവം. ഇവർ 11% വരുന്ന നായന്മാർ ഏതാണ്ട് 20%-നടുത്ത് ദളിതർ, ആദിവാസികൾ, ദളിത് ക്രൈസ്തവർ, ന്യൂ ബുദ്ധിസ്റ്റുകൾ ഇവരെ കൂടിയാൽ 20%-ഓളം വരും. ഇവർ പൊളിറ്റിക്കൽ ക്ലെയിമായി ഇവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പറഞ്ഞ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് ദളിതർ പറയുന്നത് ഗവൺമെൻറ് കേൾക്കേണ്ടി വരും. ഇതാണ് ഈ ദൗർബല്യത്തിന്. ഇവർ നിശബ്ദമായതുകൊണ്ട്, ദളിതർ നിശബ്ദരായിരിക്കുന്നതുകൊണ്ടോ അവരുടെ വാക്കുകൾ കേൾക്കാത്തത് കൊണ്ടോ ഇവർ പറയുന്നതാണ് പ്രധാനമായി നിൽക്കുന്നത്. ഇത് ബാലൻസ് ചെയ്യും, ഇത് ചെക്ക് ചെയ്യും ദളിതരെ. അതുകൊണ്ടാണ് ഈ ദളിതരോട് അവരുടെ പരിശ്രമങ്ങളോട് ഒക്കെ ഈ സവർണ വിഭാഗങ്ങളിലെ സംഘടനകളും ഗ്രൂപ്പുകളും ഇത്രയും അസഹിഷ്ണുത പുലർത്തുന്നത്. നമ്മളോട് അങ്ങനെ പ്രത്യേകിച്ച് വിരോധമുള്ളതുകൊണ്ടൊന്നുമല്ല, അവരുടെ ക്ലെയിം നഷ്ടപ്പെടും. ഇതാണ് അതിൻ്റെ പ്രശ്നം. നഷ്ടപ്പെടുത്തണം എങ്കിലേ കേരളം ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടുള്ളൂ. നഷ്ടപ്പെടണം. അതിപ്പോൾ SNDPക്കുണ്ട് എന്ന് പറയുന്ന ക്ലെയിം യഥാർത്ഥത്തിൽ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ വാക്കുകൾ, പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ ഒക്കെ BJPക്ക് അനുകൂലവും ഇടതുപക്ഷമെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി ഇടതുപക്ഷമാണ്. സുകുമാരൻ നായർ ഇടതുപക്ഷമാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. സുകുമാരൻ നായരുടെ അയാൾ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന വിഭാഗം 90% വോട്ടും BJPക്കുള്ളതാണ്. ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഇത് മൂടി വെക്കുന്നത്? അങ്ങ് പറഞ്ഞാൽ പോരെ. സുദേശൻ പ്രഭുവിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. UDFനെ അല്ലെങ്കിൽ LDFനെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റികൾ ഈ ഒരു മുസ്ലിങ്ങളും അതുപോലെ ദളിത്, ആദിവാസി, ക്രിസ്ത്യൻ ഈ ആളുകളും കൂടുതലായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം മന്ത്രിസഭ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ BJPയിലേക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നായർ സമുദായത്തിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ക്യാബിനറ്റ് പദവിയിലൊക്കെ ഉണ്ടാവുക. അതാണ് മാറേണ്ടത്. അത് ഞാൻ കണ്ടിരുന്നു, ആ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അത് മാറണമെങ്കിൽ അവിടെയാണ് അതിൻ്റെ സംഭവം കിടക്കുന്നത്. അതായത് ഈ കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്യുന്നവർ എന്ന നിലക്കല്ല ഇവരെ എടുക്കുക. പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തിൽ അവർ ഈ സോഷ്യൽ ഹൈറാർക്കിയെ അതേപടി അംഗീകരിച്ച് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ പരമ്പരാഗത പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്.
അപ്പോൾ അവിടെ ആദ്യം പരിഗണിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ കാറ്റഗറി. അവർ BJPക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്. പക്ഷേ ആദ്യം പരിഗണിക്കപ്പെടേണ്ടതെന്ന് അവർ കരുതുന്ന വിഭാഗമായതുകൊണ്ടാണ് ഈ എണ്ണം കൂടുതലോ അല്ലെ ക്രൂഷ്യൽ പോസ്റ്റോ അവരിലേക്ക് പോകുന്നത്. അപ്പം ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ ശബ്ദം ഇതാണ് യഥാർത്ഥ കേന്ദ്രം അവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ദളിതരും ആദിവാസികളും കൂടി ഒരു പൊളിറ്റിക്കൽ ക്ലെയിം കേരളത്തിൽ ഉന്നയിച്ചാൽ, മുസ്ലിങ്ങൾ ഓൾറെഡി ദേ ഹാവ് എ ക്ലെയിം, പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾ. ഈ അടുത്ത കാലത്തെ രാഷ്ട്രീയ പരിവർത്തനം സംഭവിച്ച ഏറ്റവും ദുരന്തപൂർണമായ കാര്യം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ ചിതറിപ്പോയി എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയായതുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിൽ നിന്ന് അവർ പിന്മാറി അവർ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി കേവലം BJPയിലേക്കുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി പരിവർത്തനപ്പെട്ടു. ഫലത്തിൽ ഈ പ്രബല സമുദായമായിട്ടുള്ള ഈഴവ സമുദായത്തിൻ്റെ വോട്ട് BJPയിലേക്കും LDFനും UDFനുമായിട്ട് ചിതറിപ്പോവുകയായിരുന്നു, ശിഥിലീകരിക്കപ്പെട്ടു. അതിനി തിരിച്ചു പിടിക്കൽ വലിയൊരു പ്രോബ്ലമാണ്. അതിനകത്ത് ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ദളിത് ബഹുജൻ രാഷ്ട്രീയത്തോടൊക്കെ ആഭിമുഖ്യം എന്ന് പറയാൻ വളരെ ചെറിയൊരു വിഭാഗം മാത്രം, വളരെ ചെറിയൊരു വിഭാഗം വ്യക്തികൾ ഉണ്ടെന്ന് മാത്രമേ. അതിപിന്നോക്ക വിഭാഗമായിട്ടുള്ള വിഭാഗങ്ങളാവട്ടെ, അമ്പലവാസി സമൂഹങ്ങളായിട്ട് BJPയോട് ഒട്ടി നിൽക്കുന്നതാണ് നാട്ടുപുറത്ത് നമ്മൾ കാണുന്നത്. വ്യക്തമായി നമുക്ക് നേരിട്ട് വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയൊരു പൊളിറ്റിക്കൽ മൊബിലിറ്റി ആവശ്യമുള്ള ഒരേ ഒരു വിഭാഗം ദളിതരും ആദിവാസികളുമാണ്. കാരണം കേരളത്തിൽ ജനാധിപത്യവാദികളുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ചെയ്യുന്ന കാര്യം. ലീഡർഷിപ്പ് ഏറ്റെടുക്കുക എന്നല്ല, ആ പണി ഇനി നടക്കില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം അവിടെയൊക്കെ കിടക്കുന്നത്. അതായത് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇനി ആരും പറയണ്ട, ഇവരുടെ കൂടെ നിന്നാൽ മതി, അത്രയുള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് പ്രഷർ ഗ്രൂപ്പല്ല, പൊളിറ്റിക്കൽ പാർട്ടി തന്നെയായിരിക്കും എൻ്റെ ഫലം. അതിനാണ് സാധ്യത കൂടുതൽ. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മുടെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയുണ്ട്. അപ്പോൾ അത് UDFൽ സംഭവിച്ചിട്ടുള്ളൊരു മാറ്റമായിട്ട് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അതോ സതീശൻ എന്ന് പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു നേരത്തെ പറഞ്ഞ ആദിവാസി ദളിത് സമുദായങ്ങൾക്കകത്ത് ഒരു ഉണർവുണ്ട് എന്നുള്ളതും അവരുടെ ഒരു പൊളിറ്റിക്കൽ ആസ്പിറേഷന് തിരിച്ചറിഞ്ഞ വ്യക്തിയായിട്ടാണോ മനസ്സിലാക്കുന്നത്? ആ അർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് താങ്കളോട് സംസാരിക്കുകയും അർത്ഥത്തിൽ താങ്കൾ പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുകയൊക്കെ ചെയ്തത്, അതൊരു VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു അവബോധമായിട്ട് ഈ ഒരു ചേഞ്ചിനെയും സമുദായങ്ങളുടെ ഈ ഒരു മാറ്റത്തെയൊക്കെ ആയിട്ടാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതേസമയം തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി, ഇതേസമയം തന്നെ UDFൽ തന്നെയുള്ള ദളിത് മുഖങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ അർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ നമ്മൾ കാണുകയും ഉണ്ടായി. അതിനെയും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് VD സതീശൻ എന്ന വ്യക്തിയുടെ ഒരു മനസ്സിലാക്കൽ മാത്രമായി ഞാനതിനെ ചുരുക്കി കാണുന്നില്ല. അദ്ദേഹം സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റത്തെ കാണുന്നുണ്ടാവും, മനസ്സിലാക്കുന്നുണ്ടാവും. ഞാൻ പരിചയപ്പെട്ട കോൺഗ്രസ്സുകാരിൽ ഒരു സാമാന്യന ഗ്രാഹ്യമുള്ള ഒരാളും നമ്മളൊരു കാര്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാളുമാണ് VD സതീശൻ. പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. പൊളിറ്റിക്കലി എങ്ങനെയാണ് അതിൻ്റെ മാനിപ്പുലേഷൻസ് എന്നാണ്, അതൊക്കെ വേറെ കാര്യമാണ്. വ്യക്തി എന്ന നിലക്കുള്ള ഒരു പരിചയം എനിക്ക് അദ്ദേഹമായിട്ടുള്ളത് ഈ തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും കുറേ വർഷമായിട്ടുള്ള പരിചയം. അപ്പോൾ അതല്ല ഞാൻ എനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുമെന്നുള്ള വാഗ്ദാനത്തെ കാണുന്നത് ആ ഒരു പശ്ചാത്തലത്തിലല്ല. ഒരു ഘടകമാണ്, പരിചയമെന്ന ഒരു ഘടകം മാത്രമാണ്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് കോൺഗ്രസ് തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്.
അവരുടെ റായ്പൂർ കോൺക്ലേവിൽ അവരൊരു പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയമായ അധികാര നഷ്ടം ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും കോൺഗ്രസിന് കൈവിട്ടതാണ് എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ വരികയും അവരെ തിരിച്ചു പിടിക്കാൻ, ആ ജനതയെ വിശ്വാസത്തിലെടുക്കുവാനും തിരിച്ചു പിടിക്കുവാനും കഴിയേണ്ടതുണ്ട്. അതിന് അവർക്ക് ന്യായമായ പരിഗണനകളും രാഷ്ട്രീയമായ അംഗീകാരവും നൽകണം. രാഷ്ട്രീയമായ അംഗീകാരം നൽകണം എന്ന് പറഞ്ഞാൽ അധികാരമുള്ള സ്ഥലത്തൊക്കെ അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കണമെന്ന് തന്നെയാണ് അർത്ഥം എന്ന് പിന്നെ അത് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നു. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് പോളിസി ഇത്രയും കാലം ഉള്ളതിൽ നിന്ന് ഭിന്നമായി ഇൻക്ലൂസീവായൊരു പോളിസി നാഷണൽ ലീഡർഷിപ്പ് പ്രഖ്യാപിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു കേരളത്തിൻ്റെ പ്രായോക്താവായിട്ടാണ് ഞാൻ വി ഡി സതീശനെ മനസ്സിലാക്കുന്നത്. ഇത് അതിന് പരിശ്രമിച്ച ആളാണ്. അതെനിക്ക് അടുത്തറിയാവുന്നത് കൊണ്ട്, ആ ഒരു സന്ദർഭത്തിലെ കാര്യങ്ങൾ അടുത്തറിയാവുന്നത് കൊണ്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ വിഭാഗങ്ങളിലെയും ലീഡർഷിപ്പുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭാഷണ ഭാഗമായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ കോൺക്രീറ്റ് ആയ ആവശ്യം എന്ന ചോദ്യം വരും. അതുകൊണ്ട് പോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റിൽ കുറഞ്ഞൊന്നും നമ്മുടെ ആവശ്യമല്ല എന്ന് പറയും. ജനറൽ സീറ്റ് വേണമെന്ന് പറയുന്നു. അതൊക്കെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വൈക്കം പിന്നീട് ഏറ്റവും അവസാനം എത്തിച്ചേരുന്ന ഒരു നിഗമനമാണ്. പുള്ളിക്കും വൈക്കമാണെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ടെന്നുള്ള നിലക്ക്. പിന്നെ വൈക്കം കോൺഗ്രസ് സ്ഥിരമായി തോറ്റുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഈ വർഷമാണ് ജയിച്ചത്. കെ ബാലകൃഷ്ണന് ശേഷം ഈ വർഷം 30 വർഷം കഴിഞ്ഞാണ് ബെന്യാമിൻ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തർക്കമില്ല എന്നുള്ള നിലക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇപ്പം കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായല്ലോ എന്താണ് സംഭവിച്ചത് എന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. 45 MLA-മാർ കൂടെ ഉണ്ടായിരുന്ന കെ സി വേണുഗോപാലാണ് യഥാർത്ഥത്തിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ റദ്ദ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് പുള്ളി എന്നോട് വിരോധമുള്ളതുകൊണ്ടല്ല, പുള്ളിയുടെ ആൾക്കാരെയൊക്കെ വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായി പലരെയും പുള്ളി ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഒക്കെ അതിൽ തട്ടിയാണ് ആ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ സമയത്ത് വന്നപ്പോൾ ആരോപണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആ കേസ് കൊടുത്തിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കോടതി അവധിയാണ് കേസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് കേസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ വ്യക്തിപരമായ ഒരു ആക്ഷേപമായതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ജയതറയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ധാരണയൊന്നുമില്ല, ഞാൻ വ്യാജ്യമായി സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിച്ചു, പണം തട്ടിയെടുക്കാനാണ് അത് ചെയ്തതെന്നാണ്. ഇത് രണ്ട് പുള്ളി കോടതി തെളിയിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ വ്യാജ്യമായി പറഞ്ഞു, ഞാൻ ഏതെങ്കിലും മീഡിയയിൽ വിളിച്ച് മീഡിയക്കാരെ സ്വാധീനിച്ച് ഈ വാർത്ത കൊടുപ്പിച്ചതാണെന്ന് മീഡിയക്കാർ പറഞ്ഞാൽ മതി, ഏതെങ്കിലും മീഡിയക്കാർ. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മളൊരു ദിവസം രാവിലെ എഴുതി നോക്കുമ്പോൾ മീഡിയ വണ്ണിലാണ് ആദ്യം ഇത് പ്രത്യക്ഷപ്പെടുന്നത്, ഈ വാർത്ത. അതിന് ചാനൽ മുഴുവൻ ഏറ്റെടുക്കുന്നു, ഇവിടെ വരുന്നു, ഇൻ്റർവ്യൂ എടുക്കുന്നു, അത് ചോദിക്കുന്നു. അങ്ങനെ അതങ്ങ് ഒരു വലിയ ചർച്ചയായി മാറി. ഇതിലൊക്കെ എനിക്കെന്ത് ഉത്തരവാദിത്വം? എനിക്ക് ഉത്തരവാദിത്തപ്പെടാൻ പറ്റുമോ? കേരളത്തിന് അകത്തും പുറത്തുള്ള ആൾക്കാരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്താണെന്ന് ഈ പുള്ളി തെളിയിച്ചാൽ മതി, അത്രേ ഉള്ളൂ. രണ്ടാമതൊരു കാര്യം, കേസുമായി മുന്നോട്ട് പോവാം. കേസുമായി പിന്നെ രണ്ടാമതൊരു കാര്യം, പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഈ അജയ് തറയിലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസോ അല്ലാത്ത നേതാക്കൾ ആരോ ആവട്ടെ, ഇവർക്ക് ദലിതരെ കുറിച്ചൊരു മുൻവിധിയാണ്. സമൂഹത്തിൽ പ്രബലമായിരുന്നു, നാളുകൾക്ക് മുമ്പ് ഉറച്ചുപോയൊരു മുൻവിധിയാണ്. ഒന്ന്, അവർ ദരിദ്രനായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദരിദ്രനായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അവൻ്റെ ഊഹം ഏറെക്കുറെ ശരിയുമായിരിക്കും.
ദരിദ്രനായതുകൊണ്ട് തന്നെ അവൻ പണത്തിൻ്റെ പിന്നാലെ പോകുന്നവനായിരിക്കും. അവന് 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ വിലക്കെടുക്കാവുന്ന ഒരാളായിരിക്കും. പിന്നെ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ കള്ളത്തരം കാണിക്കാനും കള്ളത്തരത്തിൽ കാര്യങ്ങൾ നേടാനും പരിശ്രമിക്കുന്നതിനായിരിക്കും. ഇങ്ങനെ ദളിതരെക്കുറിച്ചൊരു പ്രോട്ടോടൈപ്പ് സങ്കല്പമായിട്ട് അവന്മാരിങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ വാർത്തയൊക്കെ വരുന്നത് മാനിപ്പുലേറ്റ് ചെയ്ത് വാർത്ത ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കുമെന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് പോലെ ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. അന്നത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് പറയുന്നത്. 60കളിൽ 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള വീട് എന്നത് വലിയ വീടാണ്. പറയാൻ ദാരിദ്ര്യം, കടുത്ത ദാരിദ്ര്യമുള്ള ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അന്ന് വീട്ടിൽ എപ്പോഴും ഭക്ഷണം ഉണ്ടായിരുന്നൊരു വീടാണ് എൻ്റേത്. അത് ദളിതർക്കിടയിൽ അത്യപൂർവമായ കുടുംബങ്ങളിലൊന്നായിരുന്നു ഞങ്ങളുടേത്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എംഎക്കാരുണ്ട്. വിദ്യാഭ്യാസം എനിക്കങ്ങനെ അപരിചിതമായ കാര്യമൊന്നുമല്ല. ഇംഗ്ലീഷ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആണ് ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ എംഎക്കാരൻ. ഡോക്ടർ രേഖാരാജിൻ്റെ അച്ഛൻ. അദ്ദേഹം ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതായത് ട്യൂട്ടോറിയലൊക്കെ ക്ലാസ് എടുക്കുന്നു. എൻ്റെ ചേട്ടൻ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നത് 1 മണിക്കൂർ കേട്ട് നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അച്ഛനോടൊക്കെ 10 രൂപ ചോദിച്ചാൽ 20 രൂപ തരുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ. കണക്ക് തിരിച്ച് വീട്ടിൽ ചെന്ന് അത് 15 രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ നീ എന്നോട് ഞാൻ കണക്ക് ചോദിച്ചോ എന്ന് പറഞ്ഞ് വളർത്തപ്പെട്ട ഒരാളാണ്. പൈസ എന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും കാണാത്തതൊന്നുമല്ല. ഞാൻ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ പിരിയുന്ന സമയത്ത് 2 ലക്ഷം രൂപയിലധികം ശമ്പളം ഉണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അല്ലാതെ തോട്ടിപ്പണി ചെയ്ത ആളല്ല. ഓഫീസിലെ സ്കാവഞ്ചർ ആയിരുന്നില്ല. 2.5 ലക്ഷം രൂപയായിരുന്നു എൻ്റെ ശമ്പളം പിരിയുന്ന സമയത്ത്. എനിക്കിപ്പോൾ സ്ഥാനാർത്ഥിയാണെന്നും പറഞ്ഞ് അങ്ങനെ എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കട്ടെ, യാതൊരു ആവശ്യവും എനിക്കില്ല. അതുകൊണ്ട് മനഃപൂർവ്വം വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പുള്ളി അത് ചെയ്തിട്ടുള്ളത്. ദളിതരിൽ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള അവകാശവാദം ഇങ്ങനെയുള്ളവരും ദളിതരിലുണ്ടെന്ന് കാണണം. അല്ലാതെ ദളിതരെല്ലാവരും ഈ പറയുന്ന അടിമകളും ഈ പറയുന്ന കൂലിപ്പണിക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും പൈസയില്ലാത്തവരും ആണെന്നുള്ളതൊരു തെറ്റായ സങ്കല്പമാണ്. ആയിരക്കണക്കിന് പേർ കേരളത്തിൽ ഈ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. ഞാനീ പറഞ്ഞ വിധം. പക്ഷേ ഇന്ത്യക്കകത്ത് ബിസിനസ് നടത്താതെ, ഇന്ത്യക്കകത്ത് ബിസിനസ് ഇല്ലാതെ യൂറോപ്പിലും ആഫ്രിക്കയിലും മാത്രം ബിസിനസ് നടത്തുന്ന മലയാളിയായ ദളിതനുണ്ടെന്ന് കേരളത്തിൽ. ആ കമ്മ്യൂണിറ്റിയോടാണ് അദ്ദേഹം ഞങ്ങളുടെ ദളിത് സമുദായ മുന്നണിയായിട്ട് സഹകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് അദ്ദേഹം. അങ്ങനെ ഒരു കോൺഷ്യസ്നസ് അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്നുണ്ട്. സമുദായ പ്രവർത്തനമെന്നും പറഞ്ഞ് നടക്കുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു അറിവുണ്ട് അയാൾ. അത്തരൊരു സമുദായമാണ് ഞങ്ങളുടേത്. അതല്ലാതെ ഈ അജഹിതറയിൽ വിചാരിക്കുന്നത് പോലെ വേറൊരു താങ്കളൊക്കെ ഉന്നയിക്കുന്ന ഇതിനകത്ത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൈക്കത്ത് എൻ്റെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുന്നൊരു വാർത്ത പുറത്തു വന്നു. അപ്പോൾ എന്നെ കാണാനായിട്ട് ഒരാൾ വരിക വൈക്കത്ത്. കോൺഗ്രസിൻ്റെ ലീഡർ കൂടിയാണ്, ലോക്കൽ കക്ഷിയാണ്. അദ്ദേഹം ഇവിടെ വന്നു. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അകത്ത് കയറിയിരുന്നു, വർത്തമാനം പറഞ്ഞു, സാഹചര്യങ്ങളൊക്കെ പുള്ളി വിശദീകരിച്ചു. സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒന്നും പ്രശ്നമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് എന്നോടല്ല, എൻ്റെ കൂടെ സുഹൃത്തായ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കമൻറ്റ് ഇതാണ്. ഇടേ പുള്ളി വലിയ സെറ്റപ്പിലാണല്ലോ ജീവിക്കുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, അയാൾ എന്ത് പ്രതീക്ഷിച്ചായിരിക്കും എന്നെ കാണാമെന്ന്.
ഞാൻ എങ്ങനെ ജീവിക്കുന്ന ആളാണെന്നാണ് ഇവനെന്തിനങ്ങനെ മുൻകൂട്ടി കാണുന്നത്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. നിങ്ങളുടെ വീടിൻ്റെ വലിപ്പം ഞാൻ എന്തിനാന്നേ ഭാവന ചെയ്യുന്നത്. അവിടെ വരുമ്പം കാണുമ്പം ഇതാ വീട് അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പം തന്നെ അവൻ ജീവിക്കുന്ന വീടിൻ്റെ അളവ് 800 ആയിരിക്കും എന്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കാസ്റ്റ്. കാസ്റ്റിൻ്റെ ഒരു മുൻവിധിയാണ് അത്. അതുകൊണ്ടാണ് അജയ് തറയിലിനെതിരെ ഞാൻ കേസ് കൊടുക്കുന്നത്. അതല്ലാതെ എനിക്കിപ്പോൾ അജയ് തറയിലൊരു ഒരു പ്രശ്നക്കാരനായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അയാളുടെ ഈ അറിവില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ ഈ മുൻവിധികൾ സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കുന്നു. അതുകൊണ്ട് അയാൾ സമാനം പറയാം. ഇത് താങ്കളുടെ ഒരു തരം രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ റദ്ദ് ചെയ്യുക എന്നുള്ളതും കൂടി ആയിരിക്കൂലേ? കേവലമായി താങ്കളുടെ ഒരു സാമ്പത്തിക ഇതിന്റെ അപ്പുറത്തേക്ക് അത് നമുക്ക് അറിയാവുന്ന കേരളത്തിൻ്റെ അനുഭവമാണത്. കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കകത്ത് ഒരു സാമ്പത്തിക ശക്തി ഉയർന്നു വന്നപ്പോഴാണ് അവർക്ക് നാക്കും മൂക്കും നാവും എഴുത്തും അവകാശവാദം ഉണ്ടായത്. അതിന് മുമ്പില്ല അവർക്കത്. ഇപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ പോലൊരാൾ, കുമാരനാശാനെ പോലൊരാൾ, സഹോദരൻ അയ്യപ്പനെ പോലൊരാൾ, CV കുഞ്ഞിരാമനെ പോലൊരാൾ, ഇങ്ങനൊരു നിര ഉയർന്നു വന്നപ്പോഴാണല്ലോ കേരളത്തിലെ ഈഴവർ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ശക്തിയായി മാറുന്നു. NSS മുസ്ലിങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൽ വളരെയേറെ പുറകിൽ നിന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഉണ്ടാക്കിയെടുത്ത ഈ വിദ്യാഭ്യാസം. അങ്ങനെ സാമ്പത്തിക ശക്തി ഇല്ലാതെ നടക്കില്ലത്. ചിലർക്കിടയിൽ ഒരു സാമ്പത്തിക ശക്തി ഉയർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അവകാശവാദം പൊങ്ങി വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവരെല്ലാം ഭൂഷ്വാസിയാണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ അജയ് തറലിനെ പോലുള്ളവർ അവരൊന്നും കൊള്ളിയല്ല, അവരൊക്കെ കള്ളന്മാരാണ് എന്ന നിലക്ക് ഈ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാവുന്നത് ഈ പറയുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ വികാസത്തെ, അതിനുവേണ്ടിയുള്ള അവകാശവാദത്തെ, അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ റദ്ദ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പിന്നിൽ വളരെ വ്യക്തമാണ്. കാരണം അത് അവരുടെ വ്യക്തിപരമല്ലത്. നമ്മൾ പക്ഷെ പഠിക്കേണ്ടത് ഈ പറയുന്ന ചരിത്ര അനുഭവത്തിൽ നിന്ന് ഇവർക്കിടയിലും ഒരു സാമ്പത്തിക വർഗം ഉയർന്നു വന്നിട്ടുള്ളത് കൊണ്ട് അവർക്കിടയിൽ പ്രതിരോധങ്ങളുണ്ടാവും, രാഷ്ട്രീയമുണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും, ഭാവനകളുണ്ടാവും. ഇപ്പോൾ ഞാൻ നിങ്ങളെ മർദ്ദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ശേഷിയില്ലാത്ത കാരണം നിങ്ങൾ കരയുന്നില്ല, അതുകൊണ്ട് അയലോക്കാരനെ അറിയുന്നില്ല, അതുകൊണ്ട് എൻ്റെ മർദ്ദനം ശരിയാവുന്നില്ല. നിങ്ങൾ കരയാത്ത കൊണ്ട് ഞാൻ അടിക്കുന്ന കുഴപ്പമില്ലെന്നല്ല പറയേണ്ടത്. അവൻ കരയാതിരിക്കാനുള്ള. അപ്പം നിങ്ങൾ എന്നെപ്പോലെ ഒരു സ്ട്രോങ് ആകുമ്പോഴാണ് നീ എന്നടാനും തല്ലിയെന്ന് ചോദിക്കുള്ളൂ. എന്നാലാണ് പയ്യങ്കാളി ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചേർത്തുകൊണ്ടാണല്ലോ സ്കൂളിന് തീ വെക്കുന്നത്. ചേർക്കുന്നില്ല, സ്കൂൾ അവിടെ ഇരിക്കും, പ്രശ്നമില്ല. ശാന്തമായ അന്തരീക്ഷമാണെന്ന് പറയരുത്. അത് ശാന്തമായ അന്തരീക്ഷമല്ല. പയ്യങ്കാളി എങ്ങോട്ട് കൊണ്ടില്ലാത്തതുകൊണ്ട് മാത്രം ശാന്തത നമുക്ക് തോന്നുന്നതാണ്. അയ്യങ്കാളി വഴി കയറുന്നത് കൊണ്ടാണ് സംഘർഷം ഉണ്ടാകുന്നത്. വഴി കയറാത്ത അയ്യങ്കാളിക്ക് മുമ്പുള്ള നൂറ്റാണ്ടുകളുണ്ടായിരുന്നു. ശാന്തം. ആ ശാന്തത നമ്മൾ ഇല്ലാതാക്കും. അതന്നെ പറയുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ സമയം തന്നെ നമ്മൾ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കാണുകയുണ്ട്. അവിടെ ഒരു വിജയുടെ TVK മൂവ്മെന്റ് ജന്മം കൊള്ളുകയും വലിയ അർത്ഥത്തിൽ വിജയിക്കുകയൊക്കെ ചെയ്തു. അതിൽ ഏകദേശം 28ഓളം MLA-മാർ, ദളിത് MLA-മാരെ അവിടുന്ന് വിജയിപ്പിക്കാൻ TVK കഴിഞ്ഞു എന്നാണ്. അതും ജനറൽ സീറ്റിലടക്കം നിർത്തിക്കൊണ്ട് വിജയിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയത്തെ കാണുന്നത്? എന്താണ് അത്? യഥാർത്ഥം ഞാനത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഒരു അന്തിമ അഭിപ്രായമായിട്ട് എടുക്കേണ്ട. എങ്കിലും ഈ 28 MLA-മാരെന്നുള്ളത് ഒരു വലിയ നമ്പരൊന്നുമല്ല. 27 MLA-മാരായിട്ട് ഈ പട്ടികജാതി റിസർവേഷൻ മണ്ഡലത്തിനുള്ളതാണ്. ഈ 28 MLA-മാരെയും ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു എന്നത് മാത്രം ഒരു രാഷ്ട്രീയത്തിന് ഗുണമായി നമുക്ക് എടുക്കാൻ പറ്റില്ല.
ദ്രൗപദി മുർമുവാണ് നമ്മുടെ പ്രസിഡന്റ് നമ്മൾ മനസ്സിലാക്കണം. ഉം. അപ്പം ഇത് മാത്രമൊന്നും അതിൻ്റെ മാനദണ്ഡമല്ല. രണ്ടാമതൊരു സംഗതി, വിജയ് ഒരു പിന്നോക്കക്കാരനാണ്, ദളിതനാണ് എന്ന നിലക്ക് ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ആ പ്രചാരണത്തിൽ കുടുങ്ങിയവരുമുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ ഈ വെള്ളാള വിഭാഗത്തിൽ നിന്നാണ്. വെള്ളാള വിഭാഗത്തിൽ തന്നെ 3 വിഭാഗങ്ങളുണ്ട്. ഞാനതാ പറഞ്ഞത്, സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. ഞാനത് ഏതിലാണെന്ന് എനിക്കറിയില്ല. ഉം. അതിൽ നിന്നും കൺവേർട്ട് ചെയ്ത ഒരാളാണ് ഇയാളുടെ പിതാവ്. ഇയാളുടെ അമ്മ ബ്രാഹ്മണ സ്ത്രീയാണ്. ഇതാണ് അയാളുടെ ഒരു ഹെറിറ്റേജ്. അയാൾ അംബേദ്കറുടെ ഡെമോക്രസിയിൽ വിശ്വാസമുള്ള ഒരാളാണ്. അംബേദ്കറെയാണ് പുള്ളി ഒരു കേന്ദ്ര ഇമേജറി ആയിട്ട് കൊണ്ടുനടക്കുന്നത്. അംബേദ്കറെ ഇയാൾ കോട്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു എന്നതുകൊണ്ട് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇയാൾ ദളിതനാണ്. അങ്ങനെയല്ല അത്. അംബേദ്കർ അംഗീകരിക്കുന്ന ആളാണ്, പെരിയോറിനെ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ദ്രാവിഡ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല. ഇത് വിശദീകരിക്കപ്പെടേണ്ട ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ മണ്ഡലമായിരുന്നു തമിഴ്നാട്. അതെ. അതെ. അത് പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ്. സ്റ്റാലിൻ്റെ പരാജയം എന്നല്ല ഞാൻ അതിനെ കാണുന്നത്. ദ്രാവിഡ രാഷ്ട്രീയം ഇനിമേൽ പ്രവർത്തനക്ഷമമല്ല എന്നൊരു തിയറി തമിഴ്നാട്ടിൽ വ്യാപകമായി ഓടുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളെയും നടപ്പിലാക്കാതിരിക്കുക. EWS നടപ്പിലാക്കാത്ത സ്ഥലമാണ് തമിഴ്നാടെന്ന് ഓർക്കണം. അപ്പോൾ ഈ വടക്കേന്ത്യൻ ഈ ബ്രാഹ്മണ്യ വിരുദ്ധ രാഷ്ട്രീയം ഇനിമേൽ നടക്കില്ല. വലിയ പ്രസക്തമായ കാര്യമല്ല. ഈ 2 സംഗതികളാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓടുന്നൊരു കാര്യം വിജയുടെ കാര്യത്തിൽ. അപ്പോൾ ഒരു നോൺ ദ്രവീഡിയൻ ഗവൺമെൻറ് ഉണ്ടാക്കി. തമിഴ് എന്നുള്ളത് നിരന്തരം പറയുകയും അതുണ്ട്. ഇതിനകത്ത് ഈ തമിഴൻ എന്ന് പറയുന്ന സംഗതിയെയാണ് ഈ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കോറായിട്ട് അവർ വ്യാഖ്യാനിച്ചെടുത്തത്. പെരിയോർ വ്യാഖ്യാനിച്ചെടുത്തത് അതിനെ നമ്മൾ വേറൊരു രാജ്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. സൂക്ഷ്മ രൂപത്തിൽ തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീലങ്ക അടക്കം കൂട്ടി ഇത് വേറൊരു ദേശമാണെന്നാണ് പുള്ളി പറഞ്ഞത്. രാജ്യം എന്നല്ല, വേറൊരു ദേശമാണ്. ഇതൊരു കൾച്ചറൽ എൻറ്റിറ്റി ഉള്ള ഒരു ദേശമാണ്. വടക്കേ ഇന്ത്യയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. വടക്കേ ഇന്ത്യക്കാരൊന്നും പറയണ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ബേസിക്കായ യുക്തി. അപ്പം ഞാൻ ഭയപ്പെടുന്നൊരു കാര്യം ഇതാണ്, വിജയുടെ വിജയത്തെ അംഗീകരിക്കുന്നതോടൊപ്പം അതിനകത്ത് പോസിറ്റീവായ ചില ഘടകങ്ങളുണ്ട് എന്ന തോന്നൽ അത് നിലനിർത്തുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കറെ സെൻട്രൽ പൊസിഷൻ എത്തിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അരങ്ങേറുന്നത് എന്ന വസ്തുതയും ഉണ്ടായിരിക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിനെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തുന്നു. ഒരു കക്ഷിയെ ദുർബലപ്പെടുത്തുകയല്ല, ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാന ആശയമായിട്ടുള്ള ആൻറ്റി ബ്രാഹ്മണിക്കൽ എന്ന സംഗതി ഇനി ഓടില്ല, ഇറ്റ് ഈസ് നോ മോർ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എത്തിയാൽ അതുണ്ടാക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഭാവിയിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ഞാൻ ന്യായമായി അത് സംശയിക്കുന്നു. പറഞ്ഞ കാര്യം മനസ്സിലായി. ഒറ്റ ചോദ്യവും കൂടി, പുതിയ UDF ഭരണകൂടത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും EWS ഒക്കെ നടപ്പിലാക്കിയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. അതിനെ പുനരാലോചിക്കുന്ന രീതിയിലേക്കുള്ള സാധ്യതകൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ
കലാലയങ്ങളിൽ വലിയ അർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ദളിത് ആദിവാസി വിദ്യാർത്ഥികളുടെയൊക്കെ പ്രശ്നങ്ങൾ ഉന്നത കലാലയങ്ങൾ സവിശേഷമായിട്ട് ഉണ്ടാവുന്നു. അപ്പോൾ അതിനെതിരെ ആക്റ്റുകൾ, രോഹിത് ആക്ട് പോലത്തെ ആക്റ്റുകൾ കൊണ്ടുവരാൻ കഴിയുമോ? എങ്ങനെയാണ് അതിനൊക്കെ പുതിയൊരു ഭരണകൂടത്തെ ഇത്തരം ഇതിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുന്നത്? അല്ല, UDFന്റെ ഗവൺമെന്റ് നമ്മൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അതിനകത്ത് മെച്ചപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് അതിനകത്ത് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു കാര്യം. മെച്ചപ്പെട്ട കോൺഗ്രസ്സുകാരെ നമ്മൾ അതിനകത്ത് കണ്ടെത്തുന്നത്. അല്ല, വിപ്ലവകാരിയായ ഒരു കോൺഗ്രസ്സുകാരനാണ് നമ്മൾ തേടേണ്ട കാര്യമില്ല. മെച്ചപ്പെട്ട ഒരാൾ, തമ്മിൽ മെച്ചപ്പെട്ട ആൾ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ മുന്നിലേക്ക്. ഇപ്പം EWS പുനഃപരിശോധിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതൊക്കെ അവരുടെ പോളിസിയുടെ ഭാഗമാണ്. പക്ഷെ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട്. ഇവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചവർ ഭരിച്ചത് കൊണ്ട് മാത്രം പരിഗണിക്കപ്പെടാതെ പോയ നിരവധി കാര്യങ്ങളുണ്ട്. അത് ഈ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊരു പ്രയോറിറ്റി നിശ്ചയിക്കണം. ഒരിക്കൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പഴയ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പിണറായി വിജയനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ, അവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾ സമയബന്ധിതമായി കൊടുക്കാത്തത് നിങ്ങളുടെ പ്രയോറിറ്റി അതല്ല എന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ന്യായമായും അദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിന് പ്രയോറിറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രയോറിറ്റി കൊടുത്താൽ ഇപ്പോൾ ഈ ഗ്രാൻഡ് ഇഷ്യൂ വളരെ വേദനാകരമായ അനുഭവങ്ങളാണ് ഈ ഗ്രാൻഡ് ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഗവൺമെന്റിന് അത് ഗവർണൻസിന്റെ കാര്യം മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പോളിസി. അത് ചെയ്യാനായിട്ട് ഈ ഗവൺമെന്റിന് പറ്റും. അതിൽ ആത്മാർത്ഥത കാണിച്ചാൽ മാത്രം മതി. രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുമെന്ന് ഇവർ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് UDF. ആ ആക്ടിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ സമുദായം SC/ST വിഭാഗത്തിൽ നിന്നുള്ള എക്സ്പെർട്ടുകളെ ഉൾപ്പെടുത്തണം. കാര്യം പഠിച്ചവരെ, ആരെങ്കിലും അല്ല. ഈ രോഹിത് വെമുല ആക്റ്റും UGC റെഗുലേഷൻസും 2011 തോറാട്ടിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ. അവർ രണ്ടുപേരെ കൂടി ഉൾപ്പെടും. ഞങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കണം. അവരെന്തെങ്കിലും നിയമം ഉണ്ടാക്കിയാൽ പോരെന്നർത്ഥം. അത് ചെയ്യുന്നതിന് തടസ്സം എന്താ ഉള്ളത്? തടസ്സം പരിഗണനയാണ്. കൺസേൺ അവരുടെ അഭിപ്രായത്തിൽ അയാൾ കൺസേൺഡ് ആയിരിക്കണം, എങ്കിലേ അത് നടക്കും. അത്തരം കാര്യത്തിലൊക്കെ ഒരു വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് നിയുക്ത മുഖ്യമന്ത്രി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അദ്ദേഹത്തോട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും അവസാനം സംസാരിക്കുമ്പോൾ എന്താണ് ഈ വിഭാഗത്തിനിടയിൽ നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ 2 നിർദ്ദേശങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ഞങ്ങൾക്കിടയിൽ എൻ്റർപ്രണേഴ്സ് കുറവാണ്. അവർക്കൊരു എൻ്റർപ്രണേഴ്സ് കൂടുതൽ ഉണ്ടായി വരാൻ ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കാൻ കഴിയണം. ഇതൊരു സൗഹൃദ അന്തരീക്ഷമാണ് വേണ്ടത്. ദളിത് വിഭാഗത്തിൽ നിന്നൊരാൾ ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ പണ്ടെങ്ങോ 1000 രൂപ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത മറ്റൊരു ദളിതൻ്റെ കഥയാണ് അവനോട് പറയുന്നത്. ഇവൻ അടയ്ക്കില്ലെന്നല്ല ചോദിക്കുന്നത്, നിനക്കടക്കാൻ റിസോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുള്ളൂ. നിൻ്റെ വരുമാനം എത്രയാണ്, നിനക്കൊരു മാസം എത്ര രൂപ കിട്ടും, ഇതാ ചോദിക്കേണ്ട കാര്യം. അല്ലാണ്ട് എനിക്ക് മുമ്പ് വന്ന ദളിതൻ പൈസ മേടിച്ച് തിരിച്ചടച്ചോ അടച്ചില്ല അതുകൊണ്ട് നിനക്ക് തരികയില്ലെന്നല്ല പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. എല്ലാ വിഭാഗത്തിലും തിരിച്ചടക്കാത്തവരുണ്ടല്ലോ. അതായത് ബാങ്കിൽ നിന്ന് ലോണിൽ തിരിച്ചടക്കാത്തവർക്ക് പറഞ്ഞാൽ ഈ പറയുന്ന സവർണ ലോബിയാ, അവരതിൽ മാസ്റ്റേഴ്സാണ്. അപ്പം ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ എൻ്റർപ്രണർഷിപ്പ് വളർത്തിയെടുക്കാനൊരു പദ്ധതി, ഗ്ലോബൽ മൊബിലിറ്റിക്ക് ഒരു പദ്ധതി, ഈ 2 കാര്യമാണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത്. ഭൂമിയും വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണം, അത് നടക്കട്ടെ.
പ്രധാനമായും ഗ്ലോബൽ മൊബിലിറ്റിക്ക് വേണ്ടി അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് പരിഗണിക്കാവുന്ന കാര്യമാണ്. പെട്ടെന്നുള്ള റെസ്പോൺസാണ്, ഇത് പരിഗണിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ബേസിക് പോളിസിയിൽ തിരുത്തൽ വരുത്തി ചെയ്യുമെന്നൊന്നും നമ്മളൊരു ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതൊക്കെ നമ്മളുടെ ഒരു പൊട്ടത്തരാ. നമുക്ക് ചെയ്യാൻ ഗവർണൻസിൻ്റെ ഒരു ഈ പ്രവർത്തനത്തിൽ അതിൻ്റെ രീതിയിൽ ഇടപെട്ട് നമുക്ക് ഗുണപ്രദമായ തരത്തിൽ ഇപ്പോൾ അലോട്ട് ചെയ്യുന്ന ഫണ്ട് ലാപ്സ് ആകാൻ എന്താണ്, ലാപ്സ് ആകാതിരിക്കാൻ എന്താ പദ്ധതി, ആവിഷ്കരിക്കാനേ പറ്റൂ എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ ക്ലെയിമൊക്കെ ഉള്ളൊരു പാർട്ടിയായി മാറുകയും അത് നയപരമായി തന്നെ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ കഴിയണം. ഇപ്പം നമ്മൾ താല്പര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാനേ പറ്റൂ. അക്കാര്യത്തിൽ ഇപ്പോഴും പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മുൻ ഗവൺമെൻറ്റുകളിൽ നിന്ന് ഭിന്നമായൊരു സമീപനം ഈ ഗവൺമെൻറ് ഉണ്ടാകാനുള്ള കാരണം ഈ മാറ്റം അറിയുന്നവരാണ് നേതൃത്വം കൊടുക്കുന്നത്, പൊളിറ്റിക്കൽ മാറ്റം. നമ്മളുടെ വാക്കുകൾ കേൾക്കേണ്ടതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നത് ഈ മൊബിലിറ്റിയിൽ നിന്നാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ വെറുതെ മനസ്സിലാവുന്നതല്ല. അത് പരിഗണിക്കപ്പെടും. ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. ഇപ്പം 3000 ഏക്കർ ഭൂമി വിതരണം ചെയ്യുമെന്ന് ഇ.ഡി. സതീശൻ പ്രചാരണ കാലത്ത് തന്നെ പ്രഖ്യാപിച്ചു. അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടാമോ? അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇവരുടെ വികസനം, ഇവർക്ക് ഭൂമി നൽകുക, ഇവർക്ക് വ്യവസായത്തിനുള്ള സാഹചര്യം ഉണ്ടാവുക, ഇവർ ഗ്ലോബൽ മൊബിലിറ്റി കൈവരിക്കുക, ഇതിനോടൊക്കെ സമൂഹമായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ട് ഇതിന്. ആ ഫ്രിക്ഷനെ മാറ്റിയെടുക്കാൻ ഗവൺമെൻറ് പോളിസിയായിട്ട് വന്ന പ്രശ്നമില്ല, ഗവൺമെൻറ്റിൻ്റെ സ്കീമായിട്ട് വരുന്ന പ്രശ്നമില്ല. അതിന് സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കും. താങ്ക് യു.